സ്വർണ്ണവില വീണ്ടും താഴ്ന്നു. സ്വർണ്ണത്തിന് എന്തുപറ്റി? വില കുറഞ്ഞ് 75,000 എത്തുമോ? പവന് വില. കൊച്ചി, കേരളത്തിലെ സ്വർണ്ണവില തുടർച്ചയായി കുറയുന്നു. കഴിഞ്ഞ ഒരാഴ്ചയായി വില താഴ്ന്നു വരികയാണ്. വലിയ ഇടിവ് സംഭവിക്കുന്നില്ലെങ്കിലും ഓരോ ദിവസവും വില താഴ്ന്നത് ഒരാഴ്ചത്തെ നിലവാരം നോക്കുമ്പോൾ നേട്ടമാകും. ഈ മാസം 1 രേഖപ്പെടുത്തിയ വിലയേക്കാൾ 10,000 രൂപ കുറവാണ് ഇന്ന്. പണിക്കൂലിയും മറ്റു അനുബന്ധ ചെലവുകൾ കൂടി പരിശോധിച്ചാൽ വലിയ നേട്ടമാകും. സാധാരണ യുദ്ധ സാഹചര്യത്തില് സ്വർണ്ണവില ഉയരേണ്ടതാണ്. നിക്ഷേപം നടക്കില്ലെന്ന് ബോധ്യമാകുന്ന വൻകിട നിക്ഷേപകരും രാജ്യങ്ങളും സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണം വാങ്ങിക്കൂട്ടുകയാണ് ചെയ്യുക. ആവശ്യക്കാരെ ഏറി വരുമ്പോൾ സ്വാഭാവികമായും സ്വർണ്ണവില കൂടും. എന്നാൽ ഇപ്പോൾ സ്വർണ്ണത്തിന് ആവശ്യക്കാർ കുറഞ്ഞു വരികയാണ്. എല്ലാ രാജ്യങ്ങളും അവശ്യവസ്തുക്കളും മറ്റും ശേഖരിക്കുന്നതിനാണ് മുൻഗണന നൽകിയിരിക്കുന്നത്. ക്രൂഡ് ഓയില്, പ്രകൃതിവാതകം, ഭക്ഷ്യവസ്തുക്കൾ എന്നിവക്കാണ് പരിഗണന എന്നത് സ്വർണ്ണത്തിന് ആവശ്യം കുറക്കുന്നു. മറ്റൊന്ന്, പണപ്പെരുപ്പം ഉയരുമെന്നും ബാങ്കുകൾ പലിശ കൂട്ടുമെന്നും മുൻകൂട്ടി കണ്ട് മിക്ക നിക്ഷേപകരും ബാങ്ക് നിക്ഷേപത്തിലേക്ക് തിരിയുന്നതാണ് സ്വർണ്ണവില കുറയാൻ രണ്ടാമത്തെ കാരണം. കേരളത്തിലെ ഇന്നത്തെ സ്വർണ്ണവില അറിയാം. 22 കാരറ്റ് സ്വർണം ഗ്രാമിന് 45 രൂപ കുറഞ്ഞ് 14,590 രൂപയായി. ഒരു പവന് 1,16,720 രൂപയുമായി. 18 കരറ്റ് സ്വർണം ഗ്രാമിന് 11,985 രൂപയും പവന് 95,880 രൂപയുമായി. 14 കാരറ്റ് സ്വർണം ഗ്രാമിന് 9,335 രൂപയും പവന് 74,680 രൂപയുമായി. 9 കാരറ്റ് 1 ഗ്രാമിന് 6,020 രൂപയും പവന് 48,160 രൂപയുമായി. വെള്ളിയുടെ വിലയും ഇന്ന് കുറഞ്ഞിട്ടുണ്ട്. 1 ഗ്രാമിന് 270 രൂപയായി. 10 ഗ്രാമിന് 2,700 രൂപയും. ഈ മാസം 1-ന് ഒരു പവന് സ്വർണ്ണത്തിന്റെ വില 1,26,920 രൂപയായിരുന്നു. ഇന്നത്തേക്കാൾ 10,000 രൂപയിലധികം കൂടുതലായിരുന്നു അന്ന്. രാജ്യാന്തര വിപണിയിൽ ഔൺസ് സ്വർണ്ണത്തിന് $5,020 എത്തിയിട്ടുണ്ട്. നേരത്തെ 5,300-ന് മുകളിലായിരുന്ന വില ഘട്ടങ്ങളായി കുറഞ്ഞാണ് ഈ നിരക്കിലെത്തിയത്. ഇതിന്റെ ആനുപാതികമായ കുറവാണ് കേരളത്തിലെ സ്വർണ്ണവിപണിയിലും കാണുന്നത്. സ്വർണ്ണവില 75,000 രൂപയാകുമോ? ഡോളർ സൂചിക കയറിയതും സ്വർണ്ണവില കുറയാൻ ഒരു കാരണമാണ്. 100.24 എന്ന നിരക്കിലാണ് ഡോളർ സൂചികയുള്ളത്. ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യം 92.47 എന്ന നിരക്കിലെത്തിയിട്ടുണ്ട്. ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇടിവിലാണ് ഇന്ത്യൻ രൂപ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി തുടരുന്നത്. ക്രൂഡ് ഓയിൽ വില കൂടിയാൽ ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇനിയും ഇടിയും. അതേസമയം സ്വർണ്ണവിലയിലെ വലിയ ഇടിവ് വന്ന് പവന് 75,000 രൂപയിലേക്ക് എത്തുമോ എന്ന ചോദ്യം സജീവമാണ്. ഇത്രയും വലിയ ഇടിവ് പ്രതീക്ഷിക്കുന്നില്ലെന്ന് വിപണി വിദഗ്ധർ പറയുന്നു. നിലവിലെ രാഷ്ട്രീയ സാമ്പത്തിക സാഹചര്യം മാറിയാൽ സ്വർണം തിരിച്ചുകയറും. അതുവരെ നേരിയ ഇടിവ് മാത്രം പ്രതീക്ഷിച്ചാലും മതി.